നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ലോസ് സമയത്ത് ഒരുപാട് ഡ്രിങ്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നമുക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസിന് നല്ലൊരു ഡയറ്റ് അത്യാവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഡ്രിങ്കുകളുണ്ട്. അതും ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ കഴിക്കുന്നത് ഈ നല്ല രീതിയിൽ തന്നെ ശരീരത്തിലുള്ള ഫാറ്റിനൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കണം. അതുപോലെ തന്നെ ഒരുപാട് അളവിൽ, അതായത് ഒരുപാട് നേരങ്ങളിലൊക്കെ ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പല സമയങ്ങളിൽ വെറും വയറ്റിൽ കഴിക്കുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇഞ്ചി, ലെമൺ അത് ഇട്ട് വെക്കുക, എന്നാൽ ചതച്ചിട്ട് ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഇത് കുടിക്കുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഇഞ്ചിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ലെമണിലായിക്കോട്ടെ ഇതിനകത്തുള്ള ആസിഡ്സ് ഒക്കെ ആയിക്കോട്ടെ, ഇത് നല്ല രീതിയിൽ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്തതിന് സഹായിക്കും. പക്ഷേ നിങ്ങളിത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ പിന്നീട് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഈ ചെറുനാരങ്ങയിലൊക്കെ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് നമ്മളിങ്ങനെ ഒരു 1 month ഒക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് 1 month നമ്മളിത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അത് കഴിക്കുന്നത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വയറിന് ഇഷ്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവും. അപ്പം നമ്മളെല്ലാം തന്നെ ഈ വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഒട്ടുമിക്ക ഡയറ്റ് എടുക്കുന്ന ആളുകളിലുള്ളൊരു പ്രശ്നമാണ്. അപ്പം അത് നിങ്ങൾ വെറും വയറ്റിൽ തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഇത് മാത്രമല്ല, ഇപ്പം നമുക്ക് ഗ്രീൻ ടീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോഫിയൊക്കെ എടുക്കുക, ബ്ലാക്ക് കോഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ചില ആളുകളുണ്ട്, ചായക്ക് അഡിക്ഷൻ, കോഫിക്ക് അഡിക്ഷൻ ഉള്ള ആളുകൾ. അപ്പം അവർ ഒരു ചായ ഒന്നും അല്ല ഒരു ദിവസം കുടിക്കുക, അല്ലെങ്കിൽ ഒരു കോഫി അല്ല ഒരു ദിവസം കുടിക്കുന്നത്, 3-4 കോഫിയൊക്കെ അവർ ഒരു ദിവസം കുടിക്കാറുണ്ട്. അപ്പം അത് ഒട്ടും തന്നെ നമുക്ക് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. 3-4 ചായയൊക്കെ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് പാലൊക്കെ ഒഴിച്ച് കുടിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യും, വെയിറ്റ് കൂട്ടുന്നതിന് കാരണമാവും. അപ്പം അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. അപ്പം നമ്മളിങ്ങനെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഡ്രിങ്കുകളൊക്കെ മാക്സിമം വെറും വയറ്റിൽ കുടിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇഞ്ചി, ചെറുനാരങ്ങ ഇത്തരം ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നത്. അല്ലാതെ പക്ഷേ ഇപ്പോൾ കോഫിയൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ല. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് കോഫി എങ്ങനെ കുടിക്കണം എന്നുള്ളതാണ്. കോഫി കുടിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ആണ്, അവർ പാലൊഴിച്ചിട്ട് കോഫി കുടിക്കുക, എന്നാൽ പഞ്ചസാര ആഡ് ചെയ്യില്ല. അതെന്ന് പറയുന്നത് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനല്ല. നമ്മളിപ്പം വെറും ബ്ലാക്ക് കോഫി നമുക്ക് എടുക്കാം. അത് നമ്മുടെ ലിവറിന് ചുറ്റുള്ള കൊഴുപ്പാണെങ്കിലും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ കോഫി വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് മിൽക്ക് എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഗീ നമുക്ക് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ബട്ടർ. നിങ്ങളിപ്പം ഈ ഒരു LCHF ഡയറ്റൊക്കെ ഫോളോ ചെയ്ത ആളുകളുണ്ടായിരിക്കാം, ലോ കാർബ് ഹൈ ഫാറ്റ്. അതിനകത്ത് നമ്മൾ ഒരു നല്ല ഫാറ്റായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് കോഫീനകത്തോട്ട് ബട്ടർ മിക്സ് ചെയ്തിട്ട് കോഫി കുടിക്കുന്നത്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് വയറിന് അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. കാരണം കോഫീനകത്ത് ഉള്ള ഈ നമ്മുടെ കഫീൻ ഉണ്ട്, അത് നല്ല രീതിയിൽ ഫാറ്റ് ബേണിന് സഹായിക്കും. അതുപോലെ തന്നെ ക്ലോറോജനിക് ആസിഡ് ഉണ്ട്, അതാണെങ്കിലും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ ഫാറ്റ് ബേണിന് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കോഫി പറ്റിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിൻ കോഫി വിത്തൗട്ട് മിൽക്ക് ആൻഡ് ഷുഗർ ആയിട്ടൊരു പ്ലെയിൻ കോഫി നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തുള്ള അമിതമായിട്ട് വരുന്ന കൊഴുപ്പിനൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമുക്ക് രാവിലെയൊക്കെ ഒരു ചായക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരാളുകളുണ്ടായിരിക്കാം, ചായ വേണം എന്ന് നിർബന്ധമുള്ള ആളുകൾ. അത്തരം ആളുകൾക്ക് പറ്റുന്നതാണ് കോഫി രാവിലെ എടുക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ എടുക്കാം. കാരണം ഗീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കഫീൻ്റെ അത്രത്തോളം ഒരു സ്ട്രോങ്, അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കുറച്ചും കൂടി അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ട് മാറും ഈ ബട്ടർ ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഗ്രീൻ ടീ ആണ് നമുക്ക് നല്ലൊരു ഓപ്ഷൻ. വെറും വയറ്റിൽ രാവിലെ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമുക്ക് എല്ലാ ദിവസവും 1 കപ്പ് ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, എക്സസൈസ് ആണ്. എക്സസൈസ് മസ്റ്റാണ്, അതുപോലെ തന്നെ ഡയറ്റും മസ്റ്റാണ്. ഇപ്പോൾ വെറും ഡ്രിങ്കുകൾ മാത്രം കുടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറയും എന്നുള്ളൊരു തിങ്കിങ് വേണ്ട. അത് പെട്ടെന്നൊന്നും നമുക്ക് വെയിറ്റ് കുറയുന്നതിന് കാരണമൊന്നും ആവില്ല. നമ്മൾ കുറേ സമയം എടുത്തു കഴിഞ്ഞാലൊക്കെയാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഡ്രിങ്കുകൾ, ചില ആളുകൾ സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പം
ഇത്തരം ആളുകളോട് പറയാനുള്ളത് ഇതിന് കുറച്ചധികം സമയം എടുക്കും. അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങളൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ പെട്ടെന്ന് ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രോട്ടീൻസും ഫാറ്റും എല്ലാം തന്നെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ ഡയറ്റ് എടുക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റും വേണം, അന്നജവും വേണം. അന്നജം എന്ന് പറയുമ്പോൾ ബ്രൗൺ റൈസ് ചെറിയ അളവിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനെ മില്ലറ്റ്സുകൾ, ചെറുധാന്യങ്ങൾ, ഗോതമ്പൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. റാഗിയൊക്കെ ഉൾപ്പെടുത്താം. റാഗിയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ സാധാ പശുവിൻ്റെ പാൽ ഒഴിച്ചിട്ടൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ട്. കോക്കനട്ട് മിൽക്ക് വലിയ കലോറി ഉണ്ടാക്കില്ല, പക്ഷേ പശുവിൻ്റെ പാൽ കുറച്ച് കലോറി കൂടുതലാണ്. അത് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒഴിവാക്കിയിട്ട് അല്ലാത്ത രീതിയിൽ പ്രിപ്പറേഷൻസ് ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നമുക്ക് റാഗി വെറും കോക്കനട്ട് മിൽക്കിൽ വേവിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം അതിന് വലിയ മധുരമോ സ്വീറ്റ്സോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഷുഗറോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി വരും. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് നല്ല രീതിയിൽ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോഫി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഡയറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ BP കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, BP മോണിറ്റർ ചെയ്യുക. ചില ആളുകൾക്ക് കഫീൻ കൂടുതൽ എത്തുന്ന സമയത്ത് BPയിൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കോഫി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മന്ത് ഡയറ്റ് എടുക്കുക, ഈ കോഫി ട്രൈ ചെയ്യുക, എത്രത്തോളം മാറ്റം ഉണ്ടായി എന്നൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ വേണം, ഒരു നല്ലൊരു ഡയറ്റ് അത്യാവശ്യമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.